ഗൈസ് അങ്ങനെ നമ്മൾ ഇന്നാണെങ്കിൽ ഒരു മീറ്റുമായിട്ട് വന്നിട്ടുണ്ട്. കൂടുതലും കുറേ പേര് പറഞ്ഞത് BMW അതുപോലെ തന്നെ നമ്മുടെ സിവിക്ക് ആയിട്ടുള്ള ഒരു മീറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഗൈസ് അങ്ങനെ ഒരു മീറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത മീറ്റ് എങ്ങനെ വേണമെന്ന് ജസ്റ്റ് നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണ് ഓടിപ്പോയി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. എന്നാൽ മാത്രമേ ഗൈസ് നിങ്ങൾക്ക് ഞാൻ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും അത് ചെയ്ത് വെക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഗൈസ് ഞാനാണെങ്കിൽ മീറ്റപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ലേറ്റായിട്ടാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത്. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, എനിക്കാണെങ്കിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം അതിൻ്റെ പുറകെയായിരുന്നു. ഏകദേശം 11:30 ഈ ഒരു റൂം ഇടുന്നത്. അതുപോലെ തന്നെ ഈ കിഡിലം പോലുള്ള കുറേയധികം വണ്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോഴത്തേക്ക് ഒരു ബ്രോ ആണെങ്കിൽ ഒരു BM കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. നമ്മുടെ സ്കെൽട്ടൻ്റെ പടമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുറേയധികം BM, ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന BM ആണ്. ഞാൻ സിവിക്കും BM കൊണ്ടുവരാനായിട്ടാണ് പറഞ്ഞത്. രണ്ടിൻ്റെ മീറ്റപ്പ് ആയിരുന്നു എല്ലാ കൂട്ടുകാരും കൊണ്ടുവന്നത്. നമ്മുടെ BM ആയിരുന്നു, നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് പറ്റും. എന്നാലും നമുക്ക് നേരെ ഇത് എവിടെയെങ്കിലും ഇടുന്ന ഒരു സ്ഥലത്തേക്ക് പോകാം, അല്ലെങ്കിൽ പരിപാടിയൊന്നും നടക്കത്തില്ല. കാരണം ഇത് ഇട്ടിട്ട് നമുക്ക് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുക്കണം, നിങ്ങളുടെ വണ്ടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ കാണിച്ചു തരാം. അതുപോലെ തന്നെ കുറേയധികം വണ്ടി ഞാൻ ഓടിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. അതുപോലെ തന്നെ കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചൊരു കാര്യമാണ്, ബ്രോയുടെ മീറ്റപ്പിൻ്റെ ഐഡിയും പാസും എവിടുന്ന് കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ അവിടുന്ന് കിട്ടും. അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റയും വാട്സപ്പൊന്നും ഇല്ലാത്ത, വാട്സപ്പ് അല്ല ഇൻസ്റ്റ ഇല്ലാത്ത കൂട്ടുകാരാണെങ്കിൽ നമ്മളാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാ കൂട്ടുകാരും ആ ഒരു വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കുക. അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ മീറ്റപ്പിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത്. എന്തായാലും എല്ലാ കൂട്ടുകാരും ജോയിൻ ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എൻ്റെ വണ്ടിക്കാണെങ്കിൽ എവിടെയോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം പാളി പോകുന്നു. ടയർ ഒന്ന് സർവീസ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഈ വണ്ടി കൊണ്ടിടാം. ഇപ്പം ഇതിനൊന്നും ടൈമില്ല, കാരണം വളരെയധികം ടൈം ലേറ്റായി. നാളെ എക്സാം ഒക്കെ ആണല്ലോ. അത് കാരണം തന്നെ പിള്ളേരൊക്കെ ഇപ്പം രാത്രിയിലൊക്കെ ഉണർന്നിരുന്നാണ് വരുന്നത്. അത് കാരണം തന്നെ നമ്മൾ അവരുടെ പഠിത്തം കളയുന്നത് ശരിയല്ല. അത് കാരണം നമുക്ക് പെട്ടെന്ന് റൂം തീർക്കാം ഗൈസ്. അതിന് വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ ഇവിടെ വണ്ടി നൈസായിട്ടൊന്ന് പാർക്ക് ചെയ്തിടുവാണ്. എന്തായാലും എല്ലാ കൂട്ടുകാരും കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഭൂരിഭാഗം എല്ലാം BM തന്നെയാണ് കൊണ്ടുവന്നത്. ഇതിനെന്താടാ ചെയ്യാമല്ലോ. അപ്പോൾ ഗൈസ് കുറേ പേരാണ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് റിവ്യൂ ചെയ്യുമോ എന്ന്. എന്തായാലും നമുക്ക് എല്ലാവരും ചെയ്യാം. അപ്പോഴത്തേക്കും വണ്ടി ഇവിടെ ഞാൻ നൈസായിട്ട് പാർക്ക് ചെയ്തിരുന്നുണ്ട്. അതുപോലെ കുറേയധികം വണ്ടികളുണ്ട്, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും പല ഡിസൈൻസിലും. അതുപോലെ തന്നെ ആ ഫുൾ ബ്ലാക്ക് BM എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു ക്ലീൻ വണ്ടിയാണ്. എന്തായാലും ക്ലീൻ സ്പെക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഞാനാണെങ്കിൽ നൈസായിട്ട് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിരുവാണ്. ഇപ്പോൾ കുറച്ച് വണ്ടികളെ വന്നിട്ടുള്ളൂ, ഇനി അങ്ങോട്ട് വണ്ടികൾ കുറേയധികം വരാനായിട്ടുണ്ട്. എന്തായാലും മാക്സിമം നിങ്ങൾ എൻ്റെ വരെ കാണുക. അതുപോലെ തന്നെ CPM കളിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും എല്ലാ കൂട്ടുകാരും ഇപ്പോൾ വണ്ടി അറേഞ്ച് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. സെയിം ഡിസൈൻ പോലെ ഇരിക്കുന്നല്ലേ എന്തായാലും സെയിം ഡിസൈൻ അല്ല. ഇതൊരെണ്ണം ബ്ലാക്ക് മാനും അതുപോലെ തന്നെ മറ്റേ വണ്ടി വേറെ ഏതോ ഒരു ഡിസൈനാണ്. രണ്ടും ഏകദേശം സെയിം കണക്കാണ് ഇരിക്കുന്നത്. ഞാനാണെങ്കിൽ നൈസായിട്ട് അവിടുന്ന് കുറച്ച് ഇങ്ങോട്ട് മാറിയിരിക്കുവാണ്. എന്തായാലും ഞാൻ കുറച്ച് പോർഷൻ കട്ട് ചെയ്യുവാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഗാവും. അങ്ങനെ ഞാനാണെങ്കിൽ ഇപ്പോൾ എല്ലാ കൂട്ടുകാരും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവരാണെങ്കിൽ അവിടെ വണ്ടി അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോരുത്തരുടെ വണ്ടിയായിട്ട് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നൊക്കെ. എടാ എൻ്റെ റേഞ്ച് ഒന്നും പോയിട്ടില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഈ പുള്ളിയാണെങ്കിൽ വിചാരിച്ചു ഞാൻ എൻ്റെ റേഞ്ച് പോയതൊന്നും അല്ല. ജസ്റ്റ് ഞാനൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്താണ്. ഭയങ്കരമായിട്ട് ലാഗ് അടിക്കുന്നുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഞാനാണെങ്കിൽ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേയധികം BM ഇവിടെ കിടപ്പുണ്ട്. ഞാനാണെങ്കിൽ ഈ ഒരു മഞ്ഞ BM തന്നെ വേറൊരെണ്ണം നിങ്ങളെ കാണിച്ചു തന്നായിരുന്നു. ചിലപ്പോൾ ഇത് സെയിം ഡിസൈൻ ആയിരിക്കും എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഒരു സിവിക്ക് കിടപ്പുണ്ട്, 2 സിവിക്ക് കിടപ്പുണ്ട്. എന്തായാലും ആ ഒരു സിവിക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാണ് നമ്മളെ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ ഈ ഒരു ടോം ആൻഡ് ജെറിയുടെ സിവിക്ക് നിങ്ങളെ കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫ്രണ്ടിലായിട്ട് 2 ഇങ്ങനെ ഡിമ്മടിച്ച് കത്തുന്ന ലൈറ്റുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബ്ലൂ സിവിക്ക് ഉണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ, എല്ലാം കൊള്ളാം. വണ്ടിപ്രാന്ത് എന്നൊക്കെ പറഞ്ഞാൽ തലയ്ക്ക് ഇങ്ങനെ ഒരു മത്ത് പിടിക്കുന്നതാണ്. എനിക്കാണെങ്കിൽ ഇപ്പോൾ വണ്ടിപ്രാന്ത് നല്ല രീതിക്ക് കൂടി വരുന്നുണ്ട്. ഞാൻ ഓരോ BM പല ഡിസൈനാക്കി ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൃഷ്ണനെ ഇറക്കിയ പോലെ തന്നെ ഇനി വേറെണ്ണം കൂടെ ഇറക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു പ്രിൻറ്റ് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോഴത്തേക്കും കുറേയധികം വണ്ടികളുണ്ടായിരുന്നു. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റും. എൻ്റെ സൈഡിലായിട്ടൊരു സിവിക്ക് കിടപ്പുണ്ട്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഞാൻ ഒന്നിനെയും കുറ്റം പറയുന്നില്ല, കാരണം അത്രയധികമാണ് വണ്ടികളൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇവിടെ ആയിട്ട് നിങ്ങൾക്കൊരു വണ്ടി കാണാനായിട്ട് പറ്റും, ഒരു യെല്ലോ കളറിലെ BM. അതും കിടിലമായിരുന്നു. എന്തായാലും കൊള്ളാം. ഞാനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ഇവിടുന്ന് കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് തമ്മിലാക്കാന്നുള്ള ഒരു മൈൻഡിലാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും അവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം സിവിക്കുകളൊക്കെ പിന്നെയും കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് കുറേ പേര് നമ്മുടെ BM കുറിച്ച് വന്ന് ചോദിക്കുന്നുണ്ട്.
നമ്മൾ മിക്കപ്പോഴും നമ്മൾ മീറ്റപ്പൊക്കെ വെക്കുമ്പോൾ കുറേ പേര് വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോ ഇത് എവിടെ നിന്നാണ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ ഈ ഇൻസ്റ്റേ വരുവാണെങ്കിൽ നമ്മൾ ഈ ഒരു BM എവിടെയാണ് ചെയ്യിച്ചതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോഴത്തേക്കും ഗൈസ് നമ്മളാണെങ്കിൽ പിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ ആരെങ്കിലും വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. എന്റെ വണ്ടി എങ്ങനെയുണ്ട്? കിട്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത വണ്ടിയാ. പോക്കിമോന്റെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാം ഓടിച്ച് നോക്കാം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു സിവിക്ക് ആണെങ്കിൽ നൈസായിട്ട് ബ്രോ ആണെങ്കിൽ പാർക്ക് ചെയ്യുന്നുണ്ട്. ഈ കളർ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഈ ഒരു മോഡൽ കളറിൽ നമുക്കൊരു വണ്ടി ചെയ്തെടുക്കണമെന്നുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ടിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഇത് 1-on-1 ഡിസൈൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഗൈസ്, ഇത് 1-on-1 ഡിസൈൻ അല്ലെന്ന് തോന്നുന്നു. ഞാൻ എവിടെയൊക്കെയോ സെയിലിന് ഈ കാറ് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. 1-on-1 ഡിസൈൻ ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് ഓടിച്ച് നോക്കിയായിരുന്നു. അപ്പോഴത്തേക്കും ഗൈസ് കിടിലം പോലത്തെ വണ്ടിയാണ്. പക്ഷേ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒരു പോസ്റ്റ് ഉണ്ട്. വണ്ടിക്കല്ല, എൻ്റെ ഗെയിമിനാണ് പോസ്റ്റ് ഉള്ളത്. കാരണം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ബ്രേക്കൊക്കെ ചവിട്ടുന്നുണ്ടെങ്കിൽ നിൽക്കുന്നില്ല. കാരണം ലാഗ് അടിച്ച് ഫുള്ളായിട്ട് ഇങ്ങനെ ബഗ്ഗായി നിൽക്കുകയാണ്. മിക്കപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ള ഒരു കാര്യമാണ് ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നീങ്ങത്തില്ല. നിങ്ങൾക്ക് ആ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. ഒരു രക്ഷയില്ലടാ, കിട്ടിയിലും പോലത്തെ വണ്ടി കേട്ടോ, ഒന്നും പറയാനില്ല. എന്തായാലും കൊള്ളാം. നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ലേ? നീ എന്തോ ഈ കാണിക്കുന്നത്? അവനാണെങ്കിൽ നമ്മളെ പുച്ഛിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് വണ്ടി ഒന്ന് ഡ്രിഫ്റ്റൊക്കെ ചെയ്തൊന്ന് സെറ്റാക്കി നിർത്താം. അപ്പോഴത്തേക്ക് ഇടയ്ക്ക് ലാഗ് അടിക്കുന്നുണ്ട് ഗീസ്. അതാണ് മെയിൻ പ്രശ്നം. നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴായാലും നല്ല രീതിയിൽ ലാഗ് അടിക്കുന്നുണ്ട്. ഞാൻ ഹൈ ഗ്രാഫിക്സിലാണ് ഒന്നാമത് ഗെയിം ഇട്ട് കളിക്കുന്നത്. അതിൻ്റെ കൂടെ ആയിരിക്കാം ലോ ഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്ക് ഒരു സുഖം കിട്ടത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ആയിട്ട് ഒരു വണ്ടി കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഈ ഒരു വണ്ടി ഞാൻ എവിടെയും കണ്ടിട്ടില്ല ഗീസ്. ചിലപ്പോൾ ഇതൊരു 1-on-1 ഡിസൈൻ ആയിരിക്കാം. കാരണം കിട്ടിലും പോലത്തെ ഒരു വണ്ടി ഗീസ്. ഏതാ പ്രിൻ്റ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോഴത്തെ കാർട്ടൂണിലെ ആണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഈ കൊള്ളാമല്ലേ, നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. ഇങ്ങനത്തെ ഒരു മോഡൽ വണ്ടി ഞാൻ ആരും കൊണ്ടുവന്നതായിട്ട് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് മസ്റ്റേഡിയം താഴെ കമൻറ്റ് ചെയ്യുക. എനിക്കാണെങ്കിൽ ഈ വണ്ടി ഓടിക്കണമെന്നുണ്ടായിരുന്നു. പുള്ളിയാണ് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ലോക്ക് മാറുമോ നോക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഈ നമുക്ക് ഓടിക്കാൻ കിട്ടി. എന്തായാലും നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിൻ്റെ കാണാൻ ഇടയ്ക്ക് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ നീങ്ങുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഞാനാണെങ്കിൽ ആക്സിലേറ്റർ കൊടുക്കുന്നുണ്ട്, പക്ഷേ നീങ്ങുന്നില്ല. ഇതാണ് മിക്കപ്പോഴും എനിക്ക് സംഭവിക്കാറുള്ളത്. ചിലപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ബഗ് വരും. അപ്പോൾ നേരെ തന്നെ വണ്ടി പോകും. സ്റ്റിയറിംഗ് നമ്മൾ വളച്ചാലും തിരിച്ചാലും ഒന്ന് മാറത്തുമില്ല. അങ്ങനത്തെ ഒക്കെ ബഗ്ഗൊക്കെ വരും ഗൈസ്. അതാണ് മെയിനായിട്ടുള്ള സംഭവം. അപ്പോൾ ഈ വണ്ടിയുടെ ലുക്ക് നിങ്ങൾ നോക്കി, ഒരു രക്ഷയില്ല. ഇങ്ങനത്തെ ഒരു വണ്ടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്തായാലും നമ്മുടെ ഗെയിമിൽ എന്തായാലും നമ്മുടെ ഈ ഒരു മീറ്റപ്പിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു മോഡൽ വണ്ടി കാണുന്നത്. അത് നല്ല രീതിക്ക് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. എന്തായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഈ ഒരു സിവിക്ക്. പിന്നെ ഈ ബ്ലാക്ക് കളറിൽ റോബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസൈൻ കൊടുത്തിരിക്കുന്ന നോക്കുക, ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിലായിട്ട് കുറച്ച് എഴുത്തും വരെയൊക്കെ ഉണ്ട്. എന്തായാലും ഈ കൊള്ളാം, നൈസായിട്ടുള്ളൊരു വണ്ടിയാണ്. എന്നാലും നമുക്ക് തിരിച്ചു പോയിട്ട് അവിടുന്ന് അടുത്ത വണ്ടി എടുത്തുകൊണ്ട് പോകാം. നമ്മളാണെങ്കിൽ നമ്മുടെ മീറ്റപ്പിൽ വരുന്ന ഭൂരിഭാഗം വണ്ടികൾ ഓടിച്ച് നോക്കാറുണ്ട്. പിന്നെ ഈ കുറേ കൂട്ടുകാർ നമ്മുടെ എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബ്രോയുടെ മീറ്റപ്പിൽ എങ്ങനെ വരാമെന്ന്. മീറ്റപ്പിൽ വരാൻ വേണ്ടി നിങ്ങൾ എത്ര മാത്രം ചെയ്താൽ മതി. ഞാനാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എൻ്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് കൊടുത്തേക്കാം. എല്ലാ കൂട്ടുകാരും വാട്സപ്പ് ചാനലിൽ ജോയിൻ ആയിരിക്കുക. അതിൻ്റെ അകത്ത് മീറ്റപ്പ് ഉള്ള ദിവസം നമ്മളാണെങ്കിൽ മെസ്സേജ് ഒക്കെ ഇടുന്നതായിരിക്കും. ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നോക്കുമ്പോൾ തന്നെ കാര്യം പിടികിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ മീറ്റപ്പിൻ്റെ ഐഡിയും പാസും അതുപോലെ തന്നെ സമയമൊക്കെ നമ്മൾ ആ വാട്സപ്പ് ചാനലിൽ ഇടുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഇൻസ്റ്റയിലും ഇടുന്നതായിരിക്കും. ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾ അവിടെ നിന്നാൽ മതി. അല്ലാതെ വാട്സപ്പ് ചാനലിലോട്ട് വരണമെന്നില്ല. അല്ലാത്തവരാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ആയിരിക്കുക. നിങ്ങൾക്കാണെങ്കിൽ അതിൻ്റെ അപ്ഡേഷനൊക്കെ കിട്ടും. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു മച്ചാനാണ് നമ്മുടെ അനിമി അല്ലേ ഗീസ്, ഇത് അനിമയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അനിമിയുടെ ഒരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം ഗീസ്, ഈ ഒരു സിവിക്കും കൊള്ളാം. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ ഓടിച്ചൊരു വണ്ടിയാണ്. പക്ഷേ ഓടിച്ചപ്പോൾ വലിയ ഗുമ്മൊന്നും ഇല്ലായിരുന്നെങ്കിലും അതിൻ്റെ പ്രിൻറ്റും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എനിക്ക് കിഡിലമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും ആ ഒരു സിവിക്കിയുടെ പവറൊക്കെ കുറച്ച് കൂട്ടുവാണെങ്കിൽ പിന്നെയും ഗീസ് കിഡിലമായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഒരു മച്ചാൻ ഇവിടെ ഒരു ബ്ലാക്ക് BM കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ക്ലീൻ സാധനം ഗീസ്. അതാണെങ്കിൽ ഞാൻ വന്ന് ഓടിക്കാമെന്ന് വെച്ച് വന്നതാണ്. അപ്പോഴത്തേക്കും ആ പുള്ളിയാണെങ്കിൽ ഗെയിമിൽ നിന്ന് പോയെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ബാക്ക് പോയതായിരിക്കും. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ നമ്മുടെ മച്ചാനും വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ യോയോ വെർസസ് എന്ന് പറഞ്ഞ മച്ചാനും വന്നിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക്. ഞാനാണെങ്കിൽ അവനെ ശ്രദ്ധിച്ചില്ല, അവൻ ലൈവിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കയറി വന്നു. നിങ്ങൾക്ക് അവനെ അറിയാമായിരിക്കും ഗൈസ്, നിങ്ങൾ അവൻ്റെ ലൈവൊക്കെ കാണുന്നതായിരിക്കും. ലൈവ് കാണാത്ത കൂട്ടുകാരാണെങ്കിൽ അവൻ ഡെയിലി 9:30 ആകുമ്പോൾ ലൈവ് ഇടുന്നതായിരിക്കും നമ്മുടെ യോയോ ബ്രദേഴ്സ് എന്ന ചാനലിൽ. ജസ്റ്റ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ അവൻ്റെ ലൈവ് നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും.
ചെക്കനാണെങ്കിൽ ഭയങ്കര എൻ്റർടൈനറാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നിങ്ങൾ കണ്ടിരുന്നു പോവും. അങ്ങനെ ഒരു ഐറ്റമാണ് ഈ ചെക്കൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. എല്ലാവരും വണ്ടികളൊക്കെ എടുത്തിടുന്നുണ്ട്. അതുപോലെ തന്നെ കുറേയധികം വണ്ടികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഞാനൊരു വണ്ടി എടുത്തിട്ടുണ്ട്. ഈ ഒരു BM അത്യാവശ്യം ഇപ്പോൾ കോളനി ആയെന്നാണ് ഈസ് എനിക്ക് തോന്നുന്നത്. മിക്കവരുടെ കയ്യിലും ഈ ഒരു BM ഉണ്ട്. നമ്മൾ സെല്ലേഴ്സൊക്കെ ചുമ്മാ ഈ ഒരു BM ഇപ്പോൾ കോളനി ആക്കി. ഏതോ ഒരു ഡിസൈനർ കഷ്ടപ്പെട്ടിരുന്ന് എഡിറ്റ് ചെയ്ത് വരച്ചു കൊടുത്ത സാധനമാണ്. പണിഞ്ഞു കൊടുത്ത സാധനമാണ്. അത് അത്രയും മണിക്കൂറോളം ഇരുന്നിട്ട് പുള്ളിയുടെ ഇതിന് ഒരു വിലയും കാണത്തില്ല. അപ്പോൾ ഇപ്പം ഈ ഒരു ഡിസൈനേഴ്സ് ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യമുള്ളൂ, റേറ്റ് കൂട്ടുക. 1 ഡിസൈൻ ചെയ്യുന്നവരെല്ലാവരും തന്നെ റേറ്റ് കൂട്ടി മേടിക്കുക. അല്ലാതെ ഇപ്പം നമുക്കിതിൻ്റെ അകത്തൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ ഇടയ്ക്കാണ് ഒരു BM കണ്ടിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ നിങ്ങൾ നോക്കുക. ഈ ഒരു ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ആ സൈഡിൽ കൊടുത്തിരിക്കുന്നത് അത് ഏത് ക്യാരക്ടറാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു പുള്ളീനെ അറിയാമെങ്കിൽ ജസ്റ്റ് ആരെയും ഒന്ന് കമൻറ്റ് ചെയ്യാം. വല്ല ഗോസ്റ്റ് വല്ലതും ആണെന്ന് എനിക്കറിയത്തില്ല, എന്ത് തീമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ ഒരു BM കൊള്ളാം ഗീസ്, നൈസായിട്ടുള്ളൊരു ഐറ്റം. എന്തായാലും ഞാനാണെങ്കിൽ വളരെയധികം വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. നെക്സ്റ്റ് മീറ്റപ്പ് ഏത് വണ്ടിയുടെ വേണമെന്ന് ജസ്റ്റ് ആരെയും ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ലവ് യു ആൻഡ് ടേക്ക് കെയർ.